ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇപ്പോഴത്തെ വിഷയം രേണു സുധിയാണ്. യൂട്യൂബ് തുറന്നാൽ ഉടനെ ഓരോരുത്തർ വീഡിയോ ഇട്ടേക്കുന്നു. രേണു സുധിയെക്കുറിച്ചാണ്, കിച്ചുവിനെ കുറിച്ചാണ്. അങ്ങനെ ചിലവർ രേണുവിനെ പറ്റി നല്ലതിടുന്നു, ചിലവർ മോശം ഇടുന്നു. പിന്നെ കിച്ചുവിനെ പറ്റി നല്ലതിടുന്നു, മോശം ഇടുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അടിയാണ്. സുധി മരിച്ചപ്പോൾ ഒരുപാട് പേര് രേണുവിന് നല്ലത് ചെയ്തു, വീട് വെച്ച് കൊടുത്ത്, വസ്തു കൊടുത്തു, അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തു. പെട്ടെന്ന് രേണു സുധി അതെല്ലാം മറന്നുപോയി, നന്ദികേട് കാണിച്ചു. ചെയ്തവരോടൊക്കെ ആ പെൺകുട്ടി നന്ദികേട് കാണിച്ചു. വൈറലാവാൻ വേണ്ടി കുറേ കോമാളിത്തരവും ഒക്കെ കാണിച്ചു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരുപാട് അഹങ്കരിച്ചു പോയി. ഓരോരുത്തർ പറയും, നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ നമ്മൾ മരിക്കുന്നിടം വരെ ഒരു നന്ദി വേണം. അതില്ലായിരുന്നു. ചെയ്തവരെ തന്നെ രേണു തെറി വിളിച്ചു. അങ്ങനെ ഇപ്പം രേണു സുധിക്ക് സുഖമില്ല. ഇപ്പം രേണു സുധിക്ക് ക്യാൻസറാണ്, ആശുപത്രിയിലാണ്, കീമോ ഒക്കെ ചെയ്യുന്നെന്ന് പറയുന്നു. അതിനിടയിൽ കിച്ചു അമ്മയെ കാണാൻ പോയില്ലെന്ന് കുറച്ച് പേര്, പോയെന്ന് പറയുന്നു. കിച്ചു നന്ദികേട് കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചു വീഡിയോ ഇടുന്നു, രേണു സുധി കിച്ചുവിനെ കുറിച്ചിടുന്നു, കിച്ചു രേണു സുധിയെ കുറിച്ചിടുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇതാണ് ചർച്ചാ വിഷയം. സ്വന്തം ജീവിതം സോഷ്യൽ മീഡിയയിലിട്ട് പണം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് രേണുവും കിച്ചു. പിന്നെ അത് ഏറ്റുപിടിച്ച് കുറച്ച് ആളുകൾ കുറച്ച് ഉപ്പും മുളകൊക്കെ ചേർത്ത് വീഡിയോ ഉണ്ടാക്കി അവരും ജീവിക്കാൻ നടത്തുന്ന ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീഡിയോ എടുക്കാം. അത് കേൾക്കാൻ കുറേ ആളുകൾ ഈ വീഡിയോ കാണുക, അതിനെപ്പറ്റി അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഓരോരുത്തർ അവൾ കൊള്ളില്ല, അവൾക്ക് ഇത് വേണം, അങ്ങനെ വേണം, അവൾ അത് ചെയ്തുകൊണ്ടാണ് അവൾ അനുഭവിക്കുന്നത്, അല്ല കിച്ചു ശരിയല്ല, അവനെ അവർ വളർത്തിയതല്ലേ, ഇത്ര വയസ്സിൽ വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ചാളുകൾ, രണ്ടുപേരെ ന്യായീകരിക്കാൻ കുറച്ചാളുകളുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മൾ മനുഷ്യരാണ്, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. തെറ്റുകൾ സംഭവിച്ചു കാണും, അത് തിരുത്താൻ പഠിക്കണം. നമ്മൾ ചെയ്തത് തെറ്റാണ്, ഒരാളോട് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് സോറി ചോദിക്കുക. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്നത് പറഞ്ഞു എന്ന് പറഞ്ഞ് സോറി ചോദിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഓരോന്നിട്ട് ആളുകളെ കേൾപ്പിക്കുകയും അത് വൈറലാവാൻ വേണ്ടി മറ്റുള്ളവരെടുത്ത് വീഡിയോ ചെയ്ത് സ്വന്തമായി തന്നെ അവരവരെ മോശക്കാരാക്കി പണം ഉണ്ടാക്കുന്നത് ഒരു നല്ല രീതിയല്ല. നമ്മുടെ രേണു സുധി ആയാലും നമ്മുടെ കിച്ചു ആയാലും ബാക്കി ഉള്ളവർ ആരായാലും. ചിലവരൊക്കെ രേണുവിന് ക്യാൻസർ വന്നപ്പോൾ അവൾ ചെയ്തതിൻ്റെ ഫലമാണ്, ദൈവം കൊടുത്തതാണ്, അവൾ അനുഭവിക്കണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. കുറേ മോശം കമൻ്റ് ഇട്ടു. ദൈവം എല്ലാവർക്കും എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആർക്കും ഏത് സമയത്തും വരാം. അത് എനിക്കെന്നല്ല, നിങ്ങൾക്കെന്നല്ല, ആർക്കും വരാം. ഒരാൾക്ക് അസുഖം വന്നത് കൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അത് ആരും ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ നല്ലത് ചെയ്യുന്നവർക്കും അസുഖം വരാം, മോശം ചെയ്യുന്നവർക്കും അസുഖം വരാം. ജീവിതമാകുമ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ കാണും. അതെല്ലാവർക്കും ഉണ്ട്, വലിയവനെന്നില്ല, ചെറിയവനെന്നില്ല, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. പക്ഷെ നമ്മൾ നല്ലത് ചെയ്യുക, ആരെയും ദ്രോഹിക്കാതെ, ആരെയും കുറ്റം പറയാതെ നമ്മൾ പോവുക. ഈശ്വരൻ നമുക്ക് വലിയ കഷ്ടപ്പാടുകളൊക്കെ വന്നാലും അതൊക്കെ മാറും. രേണുവിനോട് ഒന്നേ പറയാനുള്ളൂ, നിനക്ക് ആരെങ്കിലും ആപത്ത് സമയത്ത് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നീ തെറ്റ് ചെയ്തെന്ന് നിൻ്റെ മനസ്സിന് തോന്നുന്നെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക. ഈശ്വരനോട് ഞാനും പ്രാർത്ഥിക്കുന്നു അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യവതിയായി വരട്ടെ എന്ന്. പിന്നെ കിച്ചു എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ നീ സ്വന്തം മോനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ പറ്റി കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്യാതിരിക്കുക. രണ്ടുപേരും, കിച്ചു അമ്മയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കുക. നല്ലത് വരട്ടെ രണ്ടുപേർക്കും.